പൂവാർ ബോട്ടിംഗ് നമ്മൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇതാണ് ബോട്ടുകൾ അടുപ്പിക്കുന്ന കടവ്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ടാക്കുന്നത്. ഇപ്പോൾ ആ നീല ടീഷർട്ട് ഇട്ട ചേട്ടനാണ്, പുള്ളിക്ക് ഡീസലിൻ്റെ ക്യാൻ കൊടുത്തതാണ്. അപ്പോൾ ഈ ബോട്ട് തള്ളി വിട്ടതിന് ശേഷമാണ് എൻജിനിൽ ഡീസൽ ഒഴിക്കലും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് സ്റ്റാർട്ടാക്കിയിട്ടില്ല. ബോട്ട് തള്ളി വിട്ടിട്ട് ഇപ്പോൾ ഡീസൽ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളി. അപ്പോൾ ആ ചേട്ടനാണെങ്കിൽ ഈ ക്യാനിന് വേണ്ടി, ഡീസൽ ക്യാനിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. പുള്ളി തിരിച്ചു വന്നിട്ട് തന്നാൽ മതിയാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് പറ്റില്ല, പുള്ളിക്ക് ഇപ്പം തന്നെ ക്യാൻ വേണം. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം തിരിച്ചു കൊണ്ടുപോയിട്ട് അത് കൊടുക്കാം. അപ്പോൾ സ്റ്റാർട്ടാക്കാനുള്ള പരിപാടിയിലാണ്. എന്തായാലും സ്റ്റാർട്ടാക്കുന്നുണ്ട്. എന്നിട്ട് തിരിച്ചവിടെ ക്യാൻ കൊണ്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ബോട്ടിങ്ങിലേക്ക് പോകാനായിട്ട് പറ്റും. ഇതിനു മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് ഒരു പൂവാർ ബോട്ടിങ്ങിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഈ ഭാഗത്തുനിന്നല്ല ആ യാത്ര തുടങ്ങിയത്. അതായത് നമ്മൾ പോകുമ്പോൾ മദർ മേരി സ്റ്റാച്ചു, അതുപോലെ തന്നെ ബീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ എലിഫൻറ്റ് റോക്ക് എന്നും പറഞ്ഞൊരു സംഭവമൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഈ പോണ വഴിക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെയൊക്കെ അപ്പുറത്ത് വേറൊരു സൈഡിൽ നിന്ന് യാത്ര തുടങ്ങുന്ന ഒരു ബോട്ടിംഗ് ഉണ്ട്. അതും വളരെ മനോഹരമായ ഒരു ബോട്ടിംഗ് ആണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. അത് കാണേണ്ടവർക്ക് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ, ചാനലിൽ കയറി നോക്കിയാൽ ആ വീഡിയോ കാണാൻ കഴിയുന്നതാണ്. അതായത് അതിനെക്കുറിച്ച് ഞാൻ അതിൻ്റെ ഹെഡിങ് ഇട്ടിരിക്കുന്നത് അനാക്കോണ്ടയുടെ ഷൂട്ടിംഗ് നടന്ന സ്ഥലം പോലെ തോന്നിക്കുന്ന സ്ഥലമെന്നാണ്. അതായത് അത്രയ്ക്ക് മനോഹരമായ സ്ഥലമാണ്. വളരെ ചില സ്ഥലങ്ങളിൽ നമുക്ക് പേടി തോന്നും. അതുപോലെ തന്നെ അനാക്കോണ്ടയുടെ സിനിമയിൽ എത്രയോ ഫീലാവുന്നു, അതേപോലെ തന്നെ നമുക്ക് ആ സ്ഥലങ്ങൾ കാണുമ്പോൾ ഫീലാവും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ഒരു പേര്, ഹെഡിങ് ആ വീഡിയോക്ക് ഞാൻ കൊടുത്തത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് യാത്ര തുടങ്ങിയാണ്. നമുക്കിനി ഈ പൂവാർ ഐലൻഡിൻ്റെ തീരങ്ങളിലുള്ള കാഴ്ചകൾ, ഭംഗിയേറിയ കാഴ്ചകൾ, അതായത് പച്ചപ്പ് നിറഞ്ഞ ഇല്ലിക്കാടുകൾക്കും വള്ളിപ്പടർപ്പുകൾക്കും ഇടയിലൂടെയുള്ള ഒരു സുന്ദരമായ ഒരു യാത്ര, വളരെ ദൃശ്യഭംഗിയാർന്ന യാത്ര. ഈ ബോട്ടിംഗ് അനുഭവം അത് പ്രത്യേക ഫീലാണ്. അത് നമുക്ക് നേരിട്ട് ഈ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ അങ്ങനെ നമ്മൾ യാത്രയായി. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പക്ഷികൾ, പല ഇനം പക്ഷികളെ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. അപ്പോൾ നമുക്കതെല്ലാം കാണാം. ആ മനോഹരമായ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടിയുള്ള യാത്ര നമ്മൾ തുടങ്ങുകയാണ്. ഓക്കെ. ഒരു 2 മണിക്കൂറൊക്കെ ബോട്ട് റൈഡ് നമ്മൾ ബുക്ക് ചെയ്തിട്ട് ഇതുപോലെ പോവുകയാണെങ്കിൽ വളരെ ദൃശ്യഭംഗിയാർന്ന കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്കിങ്ങനെ പോകാം. അതുകൂടാതെ നമ്മളിങ്ങനെ കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും കുറേ അധികം ഇതുപോലുള്ള കാഴ്ചകൾ കണ്ട് നമ്മളങ്ങനെ ചെല്ലുന്നത് നമ്മൾ പൂവാർ ബീച്ചിലേക്കാണ്. അവിടെ നമുക്ക് ഇതുപോലെ തന്നെ മറ്റേ എലിഫൻറ്റ് റോക്കും മേരി മാതാ സ്റ്റാച്ചുവും ഒക്കെ കാണാൻ കഴിയും. അതുപോലെ തന്നെ ബീച്ച്, അതിമനോഹരമായ ബീച്ചാണ്. ഈ കായലിനും കടലിനും നടുക്കായിട്ടുള്ള ഒരു ബീച്ചായിട്ടാണ് അത് അറിയപ്പെടുന്നത്. വളരെ മനോഹരമായ ഒരു ബീച്ചാണ്. അതുപോലെ ഇങ്ങനെ നമ്മൾ ബോട്ട് റൈഡ് നടത്തുമ്പോൾ തന്നെ പോകുന്ന വഴിക്കെല്ലാം നമുക്ക് പലതരം പക്ഷികളെ നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടില്ലാത്ത തരം പക്ഷികളെ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. അതൊരു പ്രത്യേക അനുഭവമാണ്.
നമ്മളെ കണ്ടപ്പോൾ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി പോസ് ചെയ്യുന്ന ഒരു പക്ഷിയെയാണ് ആ കാണുന്നത്. വളരെ മനോഹരമായിട്ട് ബോട്ട് അടുത്ത് ചെന്നിട്ടും പറന്നു പോകാതെ ഫോട്ടോയും വീഡിയോയും എല്ലാം എടുക്കുന്നതിന് വേണ്ടി പോസ് ചെയ്ത് നിൽക്കുന്നതാണ് ഈ കാണുന്നത്. ആ ഫോട്ടോ അല്ല വീഡിയോ പോസ് ചെയ്യുന്നുണ്ട്. ഇതിനെന്താ പറയണേ? ചേട്ടാ ഇതിനെന്താ പറയണേ? സ്നേക്ക് ബേർഡ്. സൂപ്പർ. നല്ല അടിപൊളി കിളികളെ ഇരിക്കുന്നത്. ഓ അടിപൊളി. മറ്റേ ഇതിനെ പോലെ പീകോക്ക് ഇല്ലേ? സെയിം പീകോക്ക്. കളർ കളർ മുമ്പൊന്നുമില്ലായിരുന്നു, ഇപ്പൊ കണ്ടുവരുന്നുണ്ട്. എവിടെ ഇത്? അങ്ങനെ നമ്മളിപ്പോൾ മദർ മേരി സ്റ്റാച്യുവിൻ്റെ എലിഫൻറ്റ് റോക്കിൻ്റെ ഒക്കെ അടുത്തെത്തിയിരിക്കണം. ബീച്ചാണ് കാണുന്നത് ദൂരെ. ഇതാണ് പൂവാർ ഐലൻഡ് റിസോർട്ട്. മദർ മേരി സ്റ്റാച്യു. മദർ മേരി സ്റ്റാച്യു. ആ
ദൂരെ കാണുന്നതാണ് എലിഫന്റ് റോക്ക് എന്നറിയപ്പെടുന്നത്. അത് നമുക്ക് അടുത്ത് പോയിട്ട് കാണാം. അപ്പോൾ ബോട്ട് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബീച്ചാണത്. ബീച്ചും അതിനോട് ചേർന്നുള്ള എലിഫന്റ് റോക്ക് എന്നറിയപ്പെടുന്ന പാറയുമാണ് നമ്മൾ നേരത്തെ കണ്ടത്. നമുക്ക് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ബോട്ട്. കടലും കായലും കൂടി ചേരുന്ന ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത്. വളരെ ഭംഗിയാർന്ന ദൃശ്യമാണത്. കടലും കായലും കൂടി ചേരുന്ന ഭാഗം. അങ്ങനെ നമ്മൾ പൂവാർ ബീച്ചിൽ ബോട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇതാണ് പൂവാർ ബീച്ച്. വളരെ മനോഹരമായ ഒരു ബീച്ചാണ്. അതായത് കടലിൻ്റെയും പുഴയുടെയും നടുക്കായിട്ട് വരും എന്നുള്ളതാണ് ഈ ബീച്ചിൻ്റെ പ്രത്യേകത. ഇപ്പുറത്ത് കാണുന്നത് കായലാണ്, അപ്പുറത്ത് ബീച്ചിനപ്പുറത്ത് കടലും. ഇതാണ് ഈ ബീച്ചിൻ്റെ ഒരു പ്രത്യേകത. കണ്ടോ? അപ്പോൾ ഇവിടെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. വളരെ മനോഹരമായ ബീച്ചാണ് എന്ന് തന്നെ പറയാം. അപ്പോൾ നമുക്ക് ബീച്ചിലെ കുറച്ച് കാഴ്ചകൾ കൂടി കാണാം. ഇവിടുത്തെ ബോട്ടുകാരിൽ നിന്ന് കിട്ടിയ അറിവനുസരിച്ച് ഈ ബീച്ചും ഈ കാണുന്ന കാഴ്ചകളെല്ലാം നമുക്ക് അന്യം നിന്ന് പോകുന്ന അവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ പുതിയതായി വന്നിരിക്കുന്ന വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് അവിടെ വരുന്ന ചെറിയ ചെറിയ കപ്പലുകളും മറ്റും റിപ്പയർ ചെയ്യുന്നതിനും മറ്റുമായിട്ടുള്ള സംവിധാനം ഈ ഭാഗത്തായിട്ടാണ് ഒരുക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതോടുകൂടി ഇവിടുത്തെ മറ്റുള്ള ജനങ്ങൾക്കുള്ള പ്രവേശനവും ഈ കാഴ്ചകളും എല്ലാം അന്യം നിന്ന് പോകും എന്നാണ് ഈ ബോട്ടിലെ ജീവനക്കാർ എന്നോട് പറഞ്ഞത്. എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും അങ്ങനെ വന്നു കഴിഞ്ഞാൽ വലിയൊരു ദൃശ്യമാണ്. നമുക്ക് നല്ല ഭംഗിയുള്ള കണ്ണിന് കുളിർമയേകുന്ന ദൃശ്യങ്ങളും മറ്റുമാണ് വിനോദസഞ്ചാരികൾക്കും മറ്റുമായിട്ട് അന്യം നിന്ന് പോകുന്നത്. ഈ ബീച്ചിൽ നമുക്ക് വളരെയധികം നേരം ചെലവഴിക്കാനുള്ള അവസരം ബോട്ടിലെ ജീവനക്കാർ നമുക്ക് തരും.
അതിനുശേഷം യാത്ര തുടങ്ങിയടുത്ത് തന്നെ നമ്മളെ കൊണ്ട് വിടുന്നതോടുകൂടി ഈ ബോട്ട് യാത്ര അവസാനിക്കും. ഇതാണ് ഇവിടുത്തെ ബോട്ട് യാത്രയുടെ രൂപം.